നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകം മുഴുവൻ വലിയ പ്രതീക്ഷകളുടെ ഉറ്റുനോക്കിയ ഇന്ത്യൻ ക്രിക്കറ്റിലെ വണ്ടർകിഡ് വൈഭവ് സൂര്യവംശിയെ സീനിയർ ടീമിൽ തുടർച്ചയായി നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവതാരം തുടർച്ചയായ മൂന്നാം മത്സരത്തിലും വളരെ ചെറിയ സ്കോറിന് ക്രീസ് വിടുന്ന കാഴ്ചയ്ക്കാണ് ഇംഗ്ലണ്ട് പര്യടനം സാക്ഷ്യം വഹിക്കുന്നത്. പരമ്പരയിൽ ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായിരുന്ന 4ാം ട്വന്റി മത്സരത്തിലും 10 പന്തുകൾ നേരിട്ട താരം ഒരു ഫോറും ഒരു സിക്സറും അടക്കം ആകെ നേടിയത് വെറും 15 റൺസ് മാത്രമാണ്. തുടർച്ചയായ ഈ പരാജയങ്ങളുടെ പേസ് ബൗളിങ്ങിനെയും സ്വിംഗിനെയും തുണയ്ക്കുന്ന വിദേശ പിച്ചുകളിൽ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് ടെക്നിക്കിനെതിരെ കടുത്ത ചോദ്യങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. താരം ഇന്ത്യയിലെ ഫ്ലാറ്റ് പിച്ചുകളിൽ മാത്രം റൺസ് അടിച്ചു കൂട്ടുന്ന ഒരു ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളി മാത്രമാണെന്നും സ്വിംഗ് ചെയ്യുന്ന പന്തുകൾക്കെതിരെ കളിക്കാൻ യാതൊരുവിധ ബാറ്റിംഗ് ശൈലിയും താരത്തിനില്ലെന്നുമൊക്കെയുള്ള കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തു നിന്നും ഉയർന്നത്. ഇംഗ്ലണ്ടിനെതിരായ 4ാം മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി വൈഭവ് സൂര്യവംശിയാണ് ഇത്തവണ ആദ്യം സ്ട്രൈക്ക് നേരിട്ടത്. ഇംഗ്ലണ്ടിന്റെ പേസ് ബൗളിംഗ് തലവൻ ജോഫ്ര ആർച്ചറായിരുന്നു ഇംഗ്ലണ്ടിനായി ആദ്യ ഓവർ എറിഞ്ഞത്. തന്റെ മുൻ മത്സരങ്ങളിലെ ആക്രമണ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി അല്പം ശ്രദ്ധയോടെയും പക്വതയോടെയുമാണ് വൈഭവ് ഇത്തവണ ബാറ്റിംഗ് തുടങ്ങിയത്. ആർച്ചർ എറിഞ്ഞ ആദ്യത്തെ 6 പന്തുകളിൽ ഒരു ഫോറോ സിക്സോ പോലും നേടാൻ വൈഭവിന് സാധിച്ചില്ല. പന്തിന്റെ വേഗതയും മൂവ്മെന്റും മനസ്സിലാക്കി ക്രീസിൽ നിലയുറപ്പിക്കാനാണ് താരം ശ്രമിച്ചത്. ഒടുവിൽ ജോസ്റ്റൺ എറിഞ്ഞ മത്സരത്തിലെ 2ാമത്തെ ഓവറിൽ ആരാധകർ കാത്തിരുന്ന ആ മനോഹരമായ നിമിഷത്തിൽ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിൽ നിന്നും മത്സരത്തിലെ ആദ്യ 4 പിറന്നു. ബാക്ക്ഫുട്ട് ഇറങ്ങി എക്സ്ട്രാ കവറിലൂടെ മനോഹരമായ ഒരു ഷോട്ടാണ് താരം പായിച്ചത്. തൊട്ടടുത്ത പന്തിൽ തന്നെ ഇംഗ്ലീഷ് ബൗളർമാരെ ഞെട്ടിച്ചുകൊണ്ട് തകർപ്പൻ ഒരു സിക്സറും താരം സ്വന്തമാക്കി. തേർഡ്മാന് മുകളിലൂടെ താരം കളിച്ച കിടിലൻ ഒരു അപ്പർ കട്ട് ഗാലറിയിലെ കാണികളെ വലിയ ആവേശത്തിലാക്കിയിരുന്നു. തുടർച്ചയായി 4ഉം 6ഉം വന്നതോടെ താരം ഫോമിലേക്ക് ഉയരുകയാണെന്ന് ആരാധകർ കരുതി. പക്ഷേ വൈഭവ് സൂര്യവംശിയുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്നും അവനെ എങ്ങനെ എളുപ്പത്തിൽ പുറത്താക്കാമെന്നും അനുഭവസമ്പത്തുള്ള ജോഫ്ര ആർച്ചർക്ക് നന്നായി അറിയാമായിരുന്നു. അടുത്ത ഓവറിലെ 4ാമത്തെ പന്തിൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട ഈ വിക്കറ്റ് കൈക്കലാക്കാൻ ആർച്ചർക്ക് സാധിച്ചു. ഓഫ് സ്റ്റമ്പിന് പുറത്ത് കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു ഷോർട്ട് ഓഫ് ലെന്ത് ബോളാണ് ആർച്ചർ എറിഞ്ഞത്. ആ പന്തിൽ അനാവശ്യമായി ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ച് വൈഭവിന് പിടിച്ചു. പന്ത് കൃത്യമായി കണക്ട് ചെയ്യാൻ കഴിയാതെ പോയതോടെ മിഡ് ഓണിൽ ഫീൽഡ് ചെയ്യുക എന്ന സാങ്കറിന് ഒരു ലളിതമായ ക്യാച്ച് സമ്മാനിച്ച് വൈഭവ് സൂര്യവംശി മടങ്ങുകയായിരുന്നു. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിനായി ഇത്രയും ചെറിയ പ്രായത്തിൽ കളിക്കാനുള്ള മാനസികമായ പക്വതയോ അനുഭവസമ്പത്തോ വൈഭവ് സൂര്യവംശിക്കായിട്ടില്ലെന്നാണ് ഭൂരിഭാഗം ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത്. ബാറ്റിംഗ് ടെക്നിക്കോ ഇനിയുമേറെ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഇംഗ്ലണ്ടിലേതുപോലെയുള്ള വെല്ലുവിളി നിറഞ്ഞ പിച്ചുകളിൽ തിളങ്ങാൻ സാധിക്കൂ എന്ന് ക്രിക്കറ്റ് പ്രേമികൾ വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ചില പ്രധാന പ്രതികരണങ്ങൾ താഴെ പറയുന്നവയാണ്. വൈഭവ് സൂര്യവംശി വെറുമൊരു കണ്ണും പൂട്ടി അടിക്കാരൻ മാത്രമാണ്. യാതൊരുവിധ ബാറ്റിംഗ് ടെക്നിക്കുമില്ലാതെ ഒരു ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളിയാണ് അവൻ. പന്തിന് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ടായാൽ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പതറുകയാണ് ചെയ്യുന്നത്. ക്രിക്കറ്റിന്റെ കഴിവും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശേഷിയുമാണ് യഥാർത്ഥ ബാറ്റിംഗ് അവർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ എല്ലാ സമയത്തും കണ്ണുമടച്ച് ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് കളയുന്നതല്ല ലക്ഷ്യബോധമുള്ള ബാറ്റിംഗ്. IPL മികച്ച പ്രകടനത്തിന്റെ പേരിൽ വൻ ഹൈപ്പും പരസ്യ പിന്തുണയും ലഭിച്ച താരമാണ് ഈ 15-കാരൻ. ഈ അമിതമായ പ്രചാരണമാണ് അവൻ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വളരെ പെട്ടെന്ന് ഇടം നേടിക്കൊടുത്തത്. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സമ്മർദ്ദവും അമിതമായ ഹൈപ്പും വൈഭവിന്റെ കരിയറിനെ തന്നെ ഇപ്പോൾ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. അവന്റെ ആദ്യ 3 ഇന്നിംഗ്സുകളിലെ സ്കോറുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാക്കും. 14, 13, 15 എന്നിങ്ങനെയാണ് താരത്തിന്റെ സമ്പാദ്യം. ഒരു കളിയിൽ പോലും 20 റൺസ് കടക്കാൻ ഈ വണ്ടർകിഡിന് സാധിച്ചിട്ടില്ല. ടീം സെലക്ഷനിലെ ഗൗതം ഗംഭീറും ടീം മാനേജ്മെന്റും കാണിച്ച വലിയൊരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ പരാജയത്തോടെ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനായി തുടർച്ചയായി 3 മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിച്ച് ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി താരം സഞ്ജു സാംസനെ പൂർണ്ണമായി തഴഞ്ഞുകൊണ്ടാണ് യാതൊരു അന്താരാഷ്ട്ര പരിചയമില്ലാത്ത വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിൽ തിരികെ കയറ്റിയത്. ഇതിനെതിരെ ആരാധകർ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ലോകകപ്പിലെ ഹീറോ ആയ സഞ്ജുവിനെ പുറത്തിരുത്തിയാണ് ഈ 15-കാരനെ ഓപ്പണറാക്കിയത്. ഇപ്പോൾ നോക്കൂ, തുടർച്ചയായി 3 ഇന്നിംഗ്സുകളിലും താരം പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ കൗതുകം എന്തെന്നാൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ഒരേ രീതിയിലുള്ള ഷോർട്ട് ബോളുകളിൽ കുടുങ്ങി തന്നെയാണ് താരം ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. തന്റെ തെറ്റുകൾ തിരുത്താനോ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യാനോ വൈഭവിന് കഴിയുന്നില്ല. മാനേജ്മെന്റിന്റെ ഈ അനാവശ്യ ഭാഷയുടെ വിലയാണ് ഇപ്പോൾ പരമ്പര തോൽവികളിലൂടെ ഇന്ത്യൻ ടീം നൽകേണ്ടി വന്നിരിക്കുന്നത്. വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ പ്രതിഭയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും മികച്ച പ്രകടനം പുറത്തെടുത്ത താരം തന്നെയാണ് അവൻ. എന്നാൽ വളർന്നു വരുന്ന ഒരു യുവതാരത്തെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെ പോലെയുള്ള കഠിനമായ വിദേശ സാഹചര്യങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്തത് മാനേജ്മെന്റിന്റെ വലിയ തെറ്റായ തീരുമാനമാണ്. സീനിയർ ടീമിന്റെ സമ്മർദ്ദങ്ങൾക്ക് താങ്ങാനുള്ള പക്വത ഈ പ്രായത്തിൽ ഒരു കളിക്കാരനും ഉണ്ടാകില്ല. ഇംഗ്ലീഷ് ബൗളർമാരായ ജോഫ്ര ആർച്ചറും ജോഷ് ടങ്ങും വൈഭവിന്റെ ബലഹീനതകൾ കൃത്യമായി പഠിച്ചാണ് പന്തെറിഞ്ഞത്. ഓഫ് സ്റ്റമ്പിനും പുറത്തു വരുന്ന വേഗതയേറിയ ഷോർട്ട് ബോളുകളിൽ വൈഭവ് പതറുന്നു എന്ന് മനസ്സിലാക്കിയ അവർ
ആ തന്ത്രം തന്നെ തുടർച്ചയായി ഉപയോഗിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ കേവലം ആക്രമണശൈലി മാത്രം പോരാ, മറിച്ച് ഡിഫൻസിലും ശക്തമായ സാങ്കേതിക കഴിവ് ആവശ്യമാണെന്ന് ഈ മത്സരങ്ങൾ വൈദ്യുവിനെ ഓർമ്മിപ്പിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരായ 4-ാം T20 മത്സരങ്ങളിലെ തോൽവിയോടെ ഇന്ത്യ പരമ്പര കൈവിട്ട സാഹചര്യത്തിൽ വരാനിരിക്കുന്ന അവസാന മത്സരത്തിലെങ്കിലും ടീം മാനേജ്മെന്റ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകണം. തുടർച്ചയായി പരാജയപ്പെടുന്ന വൈഭവ് സൂര്യവംശിക്ക് വിശ്രമം നൽകി അനുഭവസമ്പത്തുള്ള സഞ്ജു സാംസണിനെ പോലുള്ള താരങ്ങളെ ഓപ്പണിംഗിലോ മധ്യനിരയിലോ ഉൾപ്പെടുത്തേണ്ടത് ടീമിന്റെ വിജയത്തിന് അത്യാവശ്യമാണ്. യുവാക്കളെ വളർത്തിയെടുക്കുന്നത് നല്ലതാണെങ്കിലും അത് ടീമിന്റെ വിജയങ്ങളെയും മറ്റ് അർഹതപ്പെട്ട കളിക്കാരുടെ കരിയറിനെയും ബാധിക്കുന്ന രീതിയിലാകരുത് എന്ന് ടോട്ടൻഹാമും സൾട്ടർമാരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യുവതാരം വൈഭവ് സൂര്യവംശിയുടെ തുടർച്ചയായ പരാജയങ്ങളെക്കുറിച്ചും സഞ്ജു സാംസണിന് തഴഞ്ഞ താരത്തിന് നൽകുന്ന അമിത പിന്തുണയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.